ജഗന്നിയന്തിതാവാണ് താനെന്നുറക്കെ പ്രഖ്യാപിച്ച് ഉദ്ധതനായി വാണരുളിയ ഹിരണ്യകശുവിൻ്റെ നിഗ്രഹത്തിനായി മഹാവിഷ്ണു ഭഗവാൻ നരസിംഹമായി അവതരിച്ച് പ്രസ്തുത കൃത്യം നിർവഹിച്ചു. എന്നിട്ടും കോപം അടങ്ങാതെ പ്രചണ്ഡമായി അലറിക്കൊണ്ട് ഭഗവാൻ 3 ലോകങ്ങളും സംഹരിക്കാൻ തുനിഞ്ഞപ്പോൾ സംഭ്രീതരായ ദേവകൾ വിഷ്ണുവിൻ്റെ കോപം ശമിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സംഹാരമൂർത്തിയായ മഹാദേവനോട് അഭ്യർത്ഥിച്ചു. മഹാദേവൻ സാക്ഷാൽ വീരഭദ്രസ്വാമിയെയാണ് ആ ഉദ്യമത്തിനായി നിയോഗിച്ചത്. എന്നാൽ ആ സംരംഭത്തിൽ വിജയിക്കാനാവാതെ കുടുങ്ങിയ വീരഭദ്രസ്വാമി പരമേശ്വരനെ ധ്യാനിച്ചു. ശതകോടി സൂര്യസമമായ ഒരു പ്രഭ വീരഭദ്രനെ ആവരണം ചെയ്തു. 4 കൈകളും 8 കാലുകളും അരയ്ക്ക് മുകളിൽ ഭീതമായ പക്ഷിരൂപവും വ്യാളീമുഖവും താഴെ ഭയജനകമായ മൃഗശരീരവും നീണ്ടു കൂർത്ത നഖങ്ങളും പല്ലുകളുമുള്ള ശരഭേശ്വരനായി വീരഭദ്രൻ മാറി. ദംഷ്ട്രോഗ്രാനനായ ശരഭരൂപിയായ ശ്രീ പരമേശ്വരനും നരസിംഹവും തമ്മിൽ അതിഭീഷണമായ പോരാട്ടം നടന്നു. ഏതാണ്ട് 18 ദിവസം നീണ്ടുനിന്ന യുദ്ധം ഒടുവിൽ നരസിംഹത്തെ നെടുനീളെ കീറാൻ ശരഭമൂർത്തി പാദങ്ങളെ സ്പർശിച്ചപ്പോൾ ആ സ്പർശനത്തിൽ ശ്രീ മഹാദേവന്റെ കരസ്പർശത്തിൽ നരസിംഹമൂർത്തിയുടെ ക്രൗര്യവും കോപവും തണുത്തുറഞ്ഞുപോയി. അമ്പ്, വില്ല്, വാള്, പരിച, ശൂലം, തലയോട്ടി, മഴു, ഢമരു ഇവ ധരിച്ച ശരഭേശ്വരനെ നരസിംഹമൂർത്തി 18 ശ്ലോകങ്ങൾ ചൊല്ലി സ്തുതിച്ചു. സംപ്രീതനായ മഹാദേവൻ ദേവഗണങ്ങളോട് പറഞ്ഞു, ശരഭമൂർത്തിയും നരസിംഹവും ഒന്നാണെന്ന് കരുതി ഞങ്ങളെ വണങ്ങണമെന്നും സ്തുതിക്കണമെന്നും പറഞ്ഞ് നരസിംഹത്തിൽ മഹാദേവൻ ലയിച്ചു തീർന്നു. വൈഷ്ണവ ശക്തികളുടെയും ശൈവശക്തികളുടെയും സമ്മേളിതമായ ശൈവ നരസിംഹമൂർത്തിയാണ് ശ്രീ ശരഭേശ്വരൻ. ചന്ദ്രാർക്കൗ വന്യദൃഷ്ടി കുലിശവരനഖൗ ചഞ്ചലാത്യുഗ്രജിഹ്വ കാളീ ദുർഗായ വക്ഷൗ ഹൃദയജഠരകൗ ഭൈരവോ ബാണവാഗ്നി ഉരുസ്തൗ വ്യാധിമൃത്യു ശരവരഗണ ചണ്ഡവാദാതിവേഗാൻ സംഹർത്ത സർവശത്രോർ വിജയതി ശരഭ ഷാളുവാ പക്ഷിരാജ. ഓം ഖേം ഖാം ഫട് ഫട പ്രാണഗ്രഹാസി ഹും ഫട് സർവശത്രു സംഹാരണായ ശരഭസാളുവായ പക്ഷിരാജായ ഹും ഫട്. ഓം ശരഭേശ്വരായ നമഃ.